അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? അള്ളാഹു എന്നും റാഹത്തിലും സന്തോഷത്തിലും ആക്കട്ടെ. ഇരു സമസ്ത മദ്രസകളും നാളെ തുറക്കുകയാണ്. ആറുനോമ്പൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞു മക്കൾ മദ്രസയിലേക്ക് പോവുകയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും കഴിവും, നല്ല പഠനത്തിൽ കഴിവുണ്ടായിരുന്ന നല്ല മിതബുദ്ധികളും അമിതബുദ്ധികളും ഒക്കെയായി നല്ല മക്കളാക്കി അള്ളാഹു വളർത്തട്ടെ. മന്ദബുദ്ധികളായ കുട്ടികളെ അള്ളാഹു തആല നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തീർക്കട്ടെ. അതിനു മുമ്പ് പറയാനുള്ളത്, ഈ മറവി സംഭവിക്കുന്നതും വേണ്ടത്ര മൈൻഡ് കപ്പാസിറ്റി കിട്ടാതിരിക്കുമ്പോഴും ചില മഹാന്മാർ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം അലം നശ്റഹ് ലക സുദ്റക എന്ന സൂറത്ത് 5 പ്രാവശ്യം പതിവായി ഓതുക. എക്സാം ഉണ്ടാകുമ്പോൾ, പരീക്ഷയ്ക്ക് ഉണ്ടാകുമ്പോൾ അത് 11 പ്രാവശ്യം ഓതുക. അത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പറ്റുന്നവരൊക്കെ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവനുള്ള വസ്തുവും ജീവനില്ലാത്ത വസ്തുവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇസ്ലാം ജീവൻ ഉണ്ടാകണമെങ്കിൽ ഇൽമ് ഉണ്ടാകണം. ഇൽമില്ലാത്തവർക്ക് ഇസ്ലാം ജീവൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും, നമ്മുടെ മക്കളിൽ കാണുന്ന എല്ലാ അരോചകമായ വിഷയങ്ങളുടെയും അടിസ്ഥാന കാരണം ഇൽമില്ലാത്തതാണ്. മനുഷ്യനെ മനുഷ്യനായി വേർതിരിക്കുന്നത് മതപരമായ വിജ്ഞാനമാണ്. ഭൗതികം എത്രയും ആവാം, കുഴപ്പമൊന്നുമില്ല, എത്രയും പഠിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ മതം വിട്ടുകൊണ്ട്, മതവിജ്ഞാനം വിട്ടുകൊണ്ടുള്ള പഠനം, അത് നമ്മുടെ മക്കൾക്ക് അപകടമാണ്, നമുക്ക് തന്നെ കേടാണ്. നിങ്ങളെ കുട്ടി നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് നിസ്കരിക്കാനും പാകപ്പെട്ട കുട്ടിയാക്കി മാറ്റണം. നിങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഒലിക്കുന്ന കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന കരങ്ങളോടെ അല്ലാഹുമ്മ ഗഫിർലി അബി വ ഉമ്മി, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റിയ കുട്ടിയാകണം. അറബി ഭാഷ പഠനം വളരെ അത്യാവശ്യമാണ്. അത് അദബുൻ എന്നുള്ള ഭാഷയിലൂടെ അലിഫും ബാവും റാവും പഠിച്ചുകൊണ്ട് തന്നെ പറ്റൂ. ശരിക്കും നിസ്കരിക്കാൻ ഫാത്തിഹ ഓതാൻ പോലും അറിയാത്ത എത്രയോ മക്കളുണ്ട്. നിസ്കാരത്തിൻ്റെ പ്രധാന ഘടകമല്ലേ ഫാത്തിഹ. പക്ഷെ നമ്മളതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. ഏറിക്കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി രണ്ടും കൂടി നടക്കൂല, നീ മദ്രസ നിർത്തിക്കാളാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ നേരെ സ്കൂള്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന രക്ഷിതാക്കളാണ് അധികവും. അതോടുകൂടെ കുട്ടിയുടെ മതപഠനം അവസാനിക്കുകയാണ്. കുട്ടി മദ്രസയിൽ നിന്നാണ് മനുഷ്യത്വം പഠിച്ചത്. ആപ്പിളിലുണ്ടാകുന്ന വൈറ്റമിനെ കുറിച്ചൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും. പക്ഷേ ആപ്പിള് അടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് മുറിച്ചു കൊടുക്കണം, അവനും നീ കൊടുക്കണമെന്ന് പറയുന്നത് മതമാണ്. ഉമ്മ ഉപ്പ എന്ന ബഹുമാനം, ആദരവ് നൽകുന്നത് മതമാണ്. ആ മതം നമ്മൾ പഠിക്കാതെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ നേരെ മദ്രസയിലുള്ളതിൻ്റെ പോലെയല്ല. അവരുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ശാസ്ത്രം തെറ്റും, ശാസ്ത്രം എല്ലാം ശരിയാവണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോൾ ജലമുണ്ടാകുന്നു. ജലത്തിൽ നിന്ന് പ്രോട്ടോപ്ലാസം ഉണ്ടാകുന്നു. പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ജീവാണുക്കൾ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നു. കുട്ടികളുടെ മനസ്സിൽ ഹുമാദമും ഇദ്രീസു നൂഹും ഹൂദുമ, ആദിമ പിതാവ് ആദം നബിയാണെന്നും മറ്റും മദ്രസയിൽ നിന്ന് പഠിച്ച കുട്ടിക്ക് ആ പഠനം അവിടെ മനസ്സിൽ സ്ഥിരമായി നിൽക്കുന്നു. അല്ലാത്തവനോ, ഒരിക്കലും അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് എല്ലാ വസ്തുക്കളെയും, പ്രോട്ടോപ്ലാസത്തിൽ നിന്നുണ്ടായതല്ല എന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മദ്രസ പഠനമാണ്. ഡാർവിൻ എന്നൊരു ശാസ്ത്രജ്ഞൻ 100 വർഷം വരെ ജീവിച്ചിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചാണ് പരിണാമ സിദ്ധാന്തം. മനുഷ്യൻ ഒരു കുരങ്ങിൻ്റെ വാല് മുറിഞ്ഞ് അതിൽ നിന്നുണ്ടായതാണ് പിന്നെ മനുഷ്യരെന്ന ഡാർവിൻ സിദ്ധാന്തം.
ആ ഡാർവിൻ സിദ്ധാന്തമാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് സ്കൂളിൽ. അത് വളരെയധികം അബദ്ധമാണ്, വിഡ്ഢിത്തമാണെന്ന് തിരിച്ചറിയുന്നത് മതപഠനമാണ്. കാരണം കുരങ്ങ് വാല് മുറിഞ്ഞു, അതിൽ നിന്ന് മനുഷ്യനുണ്ടായി. അപ്പം ഞൊണ്ടിക്കാലം പാപ്പ പെണ്ണെട്ടിയാൽ കുട്ടികളൊക്കെ ഞൊണ്ടിക്കാലാവുമോ? കണ്ണൊട്ടൻ പാപ്പ പെണ്ണെട്ടിയാൽ എല്ലാ കുട്ടികളും കണ്ണൊട്ടനാവുമോ എന്ന ചോദ്യം അവിടെ ചോദിച്ചാൽ അതിന് മറുപടിയില്ല. കുട്ടികളെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന മതം ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയാൽ അത് കേടാണ്. ഉമ്മാനെയും ഉപ്പാനെയും അയൽവാസികളെയും കുടുംബങ്ങളെയും ബഹുമാനിക്കണമെന്നും മല്ലൻ യുവക്കിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന, നിങ്ങൾ മൂത്തവരെ ബഹുമാനിക്കണമെന്നും താഴെയുള്ളവരോട് കരുണ കാണിക്കണമെന്നും ഒരു മനുഷ്യത്വം പഠിപ്പിക്കുന്ന മതമാകുന്ന മതത്തെ വിട്ടുകൊണ്ട് ഭൗതിക പഠനം നിങ്ങൾ നടത്തുമ്പോൾ ആ കുട്ടി നമുക്ക് കേടായിട്ട് വരുമെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൗതികം വേണം, അത്യാവശ്യം വേണം, കുട്ടികൾ പഠിക്കണം. ഭൗതിക ലോകത്ത് ജീവിക്കണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്നോണം മതവിദ്യാഭ്യാസം നിർബന്ധമാണ്. അതുകൊണ്ട് മദ്രസ പഠനത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. സ്കൂളിൽ പാരൻസ് മീറ്റ് വിളിച്ചാൽ ഉടനെ എങ്ങനെയെങ്കിലും നമ്മൾ പോകും. നമുക്ക് ഭൗതികം മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ സ്കൂളിൽ മദ്രസയിൽ എന്തെങ്കിലും പറഞ്ഞാലോ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പറ്റിയങ്ങ പോകും. അന്ന് ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ ശ്രദ്ധിക്കുന്ന ഒരുപാട് നല്ല രക്ഷിതാക്കളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ വളരട്ടെ, അവർ മതപരമായും ഭൗതികമായും ഉയരട്ടെ, നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി വളരട്ടെ. ഞാനൊരു സംഭവം കേട്ടു. എന്താണെന്നറിയോ? ഒരാൾ അമേരിക്കയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരുത്തൻ, അവന് മതവിദ്യാഭ്യാസം ഒന്നുമില്ല, ഒന്നും അറിയില്ല, അറബി അറിയില്ല, എഴുതാനും വായിക്കാനും അറബി അറിയില്ല. അവൻ അമേരിക്കയിൽ പഠനമോ എന്തോ കാര്യത്തായിട്ട് അവൻ്റെ ഉമ്മ മരണപ്പെട്ട് അവൻ പുറക്കിച്ച് കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ പിന്നെ അവിടെ നിന്ന് 5-6 മാസം കഴിഞ്ഞിട്ട് 6 മാസത്തെ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അവൻക്കൊരാഗ്രഹം, എനിക്കൊറ്റയ്ക്ക് എൻ്റെ ഉമ്മയുടെ അടുത്ത് പോകണം, ദ്വാരക്കണം, ദ്വാ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അവനൊരു ഉസ്താദിൽ നിന്ന് എഴുത്ത് മലയാളത്തിൽ പിന്നെ ദുആ എഴുതി പഠിച്ചു. ദുആ എഴുതി പഠിച്ചിട്ട് അവന് ദ്വാരക്കാണ് അല്ലാഹുമ്മ ഗ്ഫിർലി അബി ഉമ്മി. ഒയിനി എന്ന അക്ഷരം അറബി മലയാളത്തിൽ എഴുതാൻ പറ്റൂല, ഗായ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഖ് എഴുതാൻ പറ്റുള്ളൂ. ഉസ്താദ് അല്ലാഹുമ്മ ഗ്ഫിർലി കാഫ് എഴുതി കൊടുത്തു. ഗാ എഴുതി കൊടുത്താലും കാഫ് എഴുതി കൊടുത്താലും ഒരിക്കലും ഗ്ഫിർലി എന്ന ഒയിനാവൂലല്ലോ. ആ കുട്ടി ഉമ്മായുടെ കബറിങ്ങ വന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി അബി ഉമ്മി, എൻ്റെ ഉമ്മാനി ഇപ്പാനി ഇഞ്ചി കാഫറാക്കണേ എന്നാണ് വരുന്നത്. കാരണം ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാഫറാക്കണേ എന്നാണ്. ഒരക്ഷരം തെറ്റിപ്പോയാൽ അപകടമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം വേണം. അവനാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നവൻ, അവനാണ് വർഗീയതയില്ലാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം മതപഠനം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ നമ്മുടെ മക്കളുടെ ദുആ മതിയാകും നമ്മൾ രക്ഷപ്പെടാൻ. തീർച്ചയായിട്ടും വലതും സ്വാലിഹും യദ്ഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ വളരണമെങ്കിൽ നിർബന്ധമായും നമ്മൾ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ കൂടുതൽ ഉത്സുകത കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.